أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 939 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 37 മുതൽ 41 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 37 മുതൽ 41 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ഭാഗം ഒരുമിച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ട വിധത്തിൽ പരസ്പരം ചേർച്ചയുള്ള ആയത്തുകളായതുകൊണ്ടാണ് 3-4 ആയത്തുകൾ ഒരുമിച്ച് ഇന്ന് വായിച്ച് വിശദീകരിക്കാമെന്ന് വെക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ രണ്ടാമത്തെ അനക്ഡോട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ആളുകളുടെ ഉദാഹരണം
അള്ളാഹു വിവരിക്കുകയാണ് ഈ ഭാഗത്ത്. അതിലൊരാൾക്ക് അള്ളാഹു വലിയ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. 2 മുന്തിരിത്തോട്ടങ്ങൾ, ആ മുന്തിരിത്തോട്ടങ്ങളുടെ ചുറ്റുപാടുമായിട്ട് ഈത്തപ്പന വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ വിളയും, അവയ്ക്കൊക്കെ ജലസാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു അരുവിയുമൊക്കെയാണ് അയാൾക്ക് നൽകപ്പെട്ടിരുന്നത്. അപ്പൊ ആ തോട്ടങ്ങളുടെ സമൃദ്ധിയും കായ്കനികള് നിറഞ്ഞ് വളരെ നയനമനോഹരമായ ഒരു കാഴ്ചയായി അതിങ്ങനെ തികവിന്റെ നിറവിന്റെ ഒരു പ്രതീകമായിട്ട് അങ്ങനെ അയാളുടെ മുന്നിൽ അയാൾക്ക് ആനന്ദം പകരുന്ന വിധത്തില് നിലകൊള്ളുകയാണ്. ആ അവസ്ഥയിൽ അയാൾക്ക് തന്റെ തോട്ടത്തിന്റെ കാര്യത്തിൽ വലിയ ഔദത്യം അനുഭവപ്പെടുകയാണ്. തന്റെ സാമർഥ്യം കൊണ്ടും താൻ വിശിഷ്ടനായതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന സാധ്യതകൾ കൊണ്ടും ഒക്കെ ഈ വലിയ സമ്പത്തിന്റെ ഉടമയാവാൻ തനിക്ക് സാധിച്ചു എന്ന വിധത്തിലുള്ള ഒരു നിഗളിപ്പാണ് അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം തോട്ടത്തില് പ്രവേശിച്ചുകൊണ്ട് അയാള് തന്നോട് തന്നെ അക്രമം ചെയ്യുന്ന വിധത്തില്, ആത്മദ്രോഹം ചെയ്യുന്ന വിധത്തില് പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: ഈ തോട്ടം എന്തെങ്കിലും നശിച്ചു പോകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അന്ത്യസമയം എന്നൊരു പ്രതിഭാസം സംഭവിക്കാനിരിക്കുന്നു എന്നും ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടുകയാണെങ്കിൽ തന്നെ എന്നെ പോലെയുള്ളവർക്ക്, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഏറ്റവും നല്ല മുൻകലബ്, ഏറ്റവും നല്ല ഒരു മടക്കം, ഏറ്റവും രാജോചിതമായ ഒരു സ്വീകരണമാണ് അവിടെ ലഭിക്കുക എന്നൊക്കെയാണ് ആ ഘട്ടത്തിൽ അയാള് പറയുന്നത്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇയാളുടെ കൂട്ടുകാരൻ, 2 ആളുകളുടെ ഉദാഹരണമാണല്ലോ ഇവിടെ പറയുന്നത്. ഇയാളുടെ കൂട്ടുകാരൻ സംസാരിക്കുന്ന ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഖാല ലഹു സാഹിബുഹു, അയാളുടെ കൂട്ടുകാരൻ അയാളോടായിട്ട് ഇങ്ങനെ പ്രതികരിച്ചു, ഇങ്ങനെ പറഞ്ഞു: വഹുവ യുഹാവിറുഹു, അയാളോട് സംവദിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ തന്റെ കൂട്ടുകാരനോടുള്ള സംസാരത്തിനിടയിൽ, ആശയവിനിമയത്തിനിടയിൽ, കൂട്ടുകാരനുമായുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്ന സംവാദ പ്രക്രിയക്കിടയിലായിട്ട് അയാൾ പറഞ്ഞു: വഹുവ യുഹാവിറുഹു. ഹിവാർ എന്ന് പറഞ്ഞാല് സംഭാഷണം, ഡയലോഗ്, അല്ലെങ്കിൽ ഈ പരസ്പരമുള്ള ട്രാൻസാക്ഷൻ, ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ അയാളുടെ കൂട്ടുകാരൻ, ഈ തോട്ടത്തിന്റെ ഉടമയായ ആളുടെ കൂട്ടുകാരൻ ആ തോട്ടക്കാരനോടായിട്ട് ഇങ്ങനെ പറഞ്ഞു: അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിക്കുകയും പിന്നീട് ശുക്ലഗണത്തിൽ നിന്നായിട്ട് നിനക്ക് ജന്മം നൽകുകയും സുമ്മ സവ്വാക റജുല, പിന്നെ നിന്നെ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനായിട്ട്, ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരാളായിട്ട് നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ആ ശക്തിയെയാണോ, ആ റബ്ബിനെയാണോ നീ നിഷേധിക്കുന്നത്? ഇതാണ് തോട്ടക്കാരനോട് കൂട്ടുകാരൻ ചോദിക്കുകയുണ്ടായ കാര്യം. നേരത്തെ നമ്മൾ വായിച്ച ആയത്തുകളിൽ വല ഇറുദിത്തു ഇലാ റബ്ബി എന്നൊരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇനി അഥവാ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടുകയാണെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. തോട്ടക്കാരന്റെ വാക്കുകളാണ്. ആ 2 തോട്ടങ്ങളുടെയും ഉടമയായിരുന്ന ആള്
ശാഴത്തിന് അന്ത്യനാളിനെ നിഷേധിക്കുന്നു, പാരത്രിക ജീവിതത്തിന്റെ സാധ്യതയെ തള്ളിക്കളയുന്നു, തന്റെ തോട്ടം എന്തെങ്കിലും നശിച്ചു പോകും എന്നുള്ള ഒരു സാധ്യതയെയും അയാള് തള്ളിക്കളയുകയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഇനി അഥവാ അങ്ങനെയൊക്കെ ഉണ്ടാവുകയും ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ തനിക്ക് വലിയ പ്രാധാന്യമുള്ള ആളുകൾ സ്വീകരിക്കപ്പെടുന്ന പോലെയുള്ള ഒരു സ്വീകരണം അവിടെ ലഭിക്കും എന്നാണ് അയാള് അവിടെ പറയുകയുണ്ടായത്. അപ്പൊ ആ വാക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, അടിസ്ഥാനപരമായി ഒരു പ്രപഞ്ച സൃഷ്ടാവില് അയാൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അയാൾ അങ്ങനെ ഒരു സാധ്യതയെ നിഷേധിക്കുന്നില്ല. അയാളിൽ പക്ഷേ കുഫർ കടന്നു വരുന്നത് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഔദ്ധത്യത്തിന്റെയും നന്ദികേടിന്റെയും കൃതജ്ഞതയുടെയും ഒക്കെ രൂപത്തിലാണ് കുഫർ കടന്നു വരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളുടെ കൂട്ടുകാരൻ അയാളുടെ മേൽ ഒരു ആക്ഷേപമായിട്ട് ഇവിടെ ഉന്നയിക്കുന്നത്, നീ നിഷേധിയായോ, നീ കുഫർ ചെയ്യുന്നവനായോ എന്നതാണ്. അകഫർത്ത, നീ കാഫിറായി കഴിഞ്ഞു. ആരുടെ കാര്യത്തിലാണ്? ബില്ലദീ ഖലഖക മിൻ തുറാബ്, നിന്നെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവനായ ഒരു ശക്തിയുണ്ടല്ലോ, അവനെ നീ നിഷേധിച്ചു കളയുകയാണ്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീട് ഒരു ശുക്ലകണത്തിൽ നിന്ന്, മനുഷ്യൻ ശ്രവിക്കുന്ന ശുക്ലത്തിന്റെ ഒരു ചെറിയൊരു അംശം, കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ പിറക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള ബീജങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒരു നേരത്തെ മനുഷ്യൻ ശ്രവിക്കുന്ന ശുക്ലത്തില്. അതില് ഒരെണ്ണം മാത്രമാണ് ഒരു കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള, ഒരു കുഞ്ഞിന് രൂപമെടുക്കാൻ ആവശ്യമായിട്ടുള്ളത്. ബീജസങ്കലനത്തിന് അത്രയോ ഒന്നേ വേണ്ടതുള്ളൂ. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അത്രയും നിസ്സാരമായ ഒരു കണികയിൽ നിന്ന്, ശുക്ലഗണത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച സുമ്മ സവ്വാക റജുല, അങ്ങനെ അത്രയും നിസ്സാരമായ വിധത്തില് രൂപമെടുത്ത ഒരു ശുക്ലഗണത്തിൽ നിന്ന് നിനക്ക് ഒരു അസ്തിത്വം ഉണ്ടാക്കി തന്ന്, എന്നിട്ട് പിന്നെ നിന്നെ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനായി രൂപപ്പെടുത്തിയ ആ ശക്തിയെ നീ നിഷേധിക്കുകയാണോ എന്നാണ് കൂട്ടുകാരൻ ഇവിടെ ആ രണ്ട് തോട്ടങ്ങളുടെ ഉടമയായ അയാളുടെ കൂട്ടുകാരനോട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ കുഫ്ർ എന്നത് വ്യക്തമായിട്ടും അള്ളാഹുവിന്റെ അസ്തിത്വത്തെയോ അള്ളാഹുവിന്റെ ഉണ്മയെയോ തള്ളിക്കളയലല്ല, മറിച്ച് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു, നമ്മുടെ ഓരോരുത്തരുടെയും റബ്ബായ അള്ളാഹു, ആ റബ്ബിന് നൽകേണ്ട വിധേയത്വം നൽകാതിരിക്കലാണ് നിഷേധം, കുഫ്ർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കൂട്ടുകാരനോട് ഈ തോട്ടക്കാരന്റെ സുഹൃത്ത് ചോദിക്കുകയാണ്, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്. 3 ഘട്ടങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ. ഒന്ന്, മണ്ണിൽ നിന്നുള്ള സൃഷ്ടിപ്പ്. മനുഷ്യവർഗത്തിന് തന്നെ അള്ളാഹു ആദിയിൽ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. കളിമണ്ണിന്റെ സത്തിൽ നിന്ന്, അതുപോലെ ജലം ഒരു സ്രോതസ്സായിക്കൊണ്ട്, പിന്നീട് നുത്ഫയിൽ നിന്ന്, അങ്ങനെ പല ഘട്ടങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ഒന്നാമതായി പരാമർശിക്കുന്നത് മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതാണ്. നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച, അത് ഉദ്ദേശപൂർവം തന്നെയാണ്. സംസാരത്തില് ഈ കൂട്ടുകാരൻ ദൈവഭക്തനായ അള്ളാഹുവിനെ അംഗീകരിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഈ സ്വാലിഹായ മനുഷ്യൻ
തന്റെ കൂട്ടുകാരനെ ഒരു ഉണർത്തൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. മനുഷ്യന്റെ ഉത്ഭവം അവൻ ഈ ചവിട്ടി മെതിച്ച് നടക്കുന്ന ഈ മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്ന് പിറവിയെടുത്ത മനുഷ്യന് എത്ര വളർച്ചയും എത്ര ഉയർച്ചയും ഉണ്ടായാലും തിരികെ എത്താനുള്ളത് ഈ മണ്ണിലേക്ക് തന്നെയാണ്. മണ്ണിനെയും മണ്ണിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഇതര സംഗതികളെയും ജീവജാലങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും നിസാരമായി കണ്ടുകൊണ്ട് ചവിട്ടി മെതിക്കാൻ, കാൽച്ചുവട്ടില് ചവിട്ടി അരക്കാൻ തോന്നുന്ന ഒരു മനസ്ഥിതി ഒരാൾക്കും ഉണ്ടായിക്കൂടാ. ഓരോരുത്തരുടെയും ഉത്ഭവം, ഓരോ മനുഷ്യന്റെയും ഉത്ഭവം ഈ മണ്ണിൽ നിന്നാണ് ആത്യന്തികമായിട്ട് എന്ന കാര്യം ഒരാളും വിസ്മരിച്ചുകൂടാ എന്നുള്ള നിലക്കാണ് ഈ തോട്ടക്കാരന്റെ കൂട്ടുകാരൻ ഈ കാര്യം അയാളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നീ നിഷേധിക്കുകയാണോ മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച ആ ശക്തിയെ? സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീടോ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആ ഘട്ടം കഴിഞ്ഞു, മനുഷ്യവർഗമുണ്ടായി. മനുഷ്യവർഗത്തിന് നൈരന്തര്യമുണ്ടാകുന്ന വിധത്തില് അവന്റെ വംശവർദ്ധനവിനായിട്ട് പ്രപഞ്ച സൃഷ്ടാവ് ഒരു സംവിധാനമൊക്കെ ഒരുക്കി വെച്ചു. അതിനുശേഷം നീ പിറവിയെടുക്കുന്നത് എങ്ങനെയാണ്? മിൻ നുത്ഫത്തിൻ, ഒരു ശുക്ലകണത്തിൽ നിന്നാണ്. ഒരു ചെറിയൊരു പാർട്ടിക്കിൾ ഫ്രം സിമൻ. പുരുഷൻ സ്രവിക്കുന്ന ശുക്ലത്തിൽ നിന്ന്, അതിന്റെ വളരെ ചെറിയ ഒരു അംശത്തിൽ നിന്നാണ് പിന്നീട് അവൻ നീ എന്നൊരു വ്യക്തിക്ക് രൂപകൽപ്പന നൽകിയിട്ടുള്ളത്. സുമ്മ സവ്വാഅക റജുല, അതും വളരെ നിസ്സഹായാവസ്ഥയുടെ ഒരു തലത്തിലാണ് ഉള്ളത്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യവർഗമുണ്ടായി. അത് പക്ഷെ പിന്നീട് നീയായി മാറുന്നത് ഒരു ശുക്ലകണത്തിൽ നിന്ന് മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ടുകൊണ്ടാണ്. ആ ഘട്ടത്തില് വളരെ നിസ്സാരമായി ഒന്നുമല്ല എന്ന വിധത്തില്, കാണാൻ പോലും ഇല്ലാത്ത വിധത്തില് തള്ളിക്കളയാവുന്ന ഒരു അസ്തിത്വമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇന്ന് കാണുന്ന, നിവർന്ന് നിൽക്കുന്ന, നിഗളിപ്പ് കാണിക്കുന്ന, തന്റെ ഇടത്തോടുകൂടി വലിയ വായിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നീ വളർന്നു വന്നത് ആ വിധത്തിൽ നിനക്ക് രൂപകൽപ്പന നൽകപ്പെട്ടത് കൊണ്ടാണ്. സുമ്മ സവ്വാഅക റജുല, പിന്നീട് അവൻ നിന്നെ ഒരു പുരുഷനായി, ഒരു മനുഷ്യനായി, എല്ലാം തികവുള്ള ഒരാളായി, എല്ലാ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യനായിട്ട് നിന്നെ അവൻ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. ഈ 3 ഫേസസിലും മനുഷ്യൻ സ്വന്തമായിട്ട് പിറവിയെടുക്കാൻ കഴിയുന്നവനായിരുന്നില്ല. മണ്ണിൽ നിന്ന് സൃഷ്ടിപ്പ് നടത്തിയ ഘട്ടത്തില് മണ്ണിന്റെ അംശങ്ങളൊക്കെ പണ്ടേ അവിടെ ഉണ്ടെങ്കിൽ പോലും ആ അംശങ്ങളൊക്കെ സ്വയം കൈകോർത്തുകൊണ്ട് ഞാൻ ഉണ്ടാവുകയാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യനായിട്ട് വരാൻ സാധിക്കുമായിരുന്നില്ല. ആ അംശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് മണ്ണില്. പക്ഷെ അവയൊന്നും കൈകോർത്തുകൊണ്ട് ഞാൻ ഒരു മനുഷ്യനാവുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അത് പിറവിയെടുത്ത് വരുന്നത് നമ്മൾ കാണുന്നില്ല. അത് അള്ളാഹുവിന്റെ ആജ്ഞയുടെ ഫലമായിട്ട് മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ശുക്ലഗണം എന്നത് മനുഷ്യൻ സ്രവിച്ച് പുറത്തേക്ക് കളയുന്ന ശുക്ലം, അത് മനുഷ്യ സന്തതികളായിട്ട് താനെ രൂപമെടുക്കുന്നില്ല. അതിന് അള്ളാഹു ഒരുക്കിയ ഒരു സജ്ജീകരണത്തിലൂടെ കടന്നു പോകാൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ ആസൂത്രണവും അതുപോലെ പരിചരണവും ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് മാതാവിന്റെ ഗർഭപാത്രത്തില് ഒരു ജീവന്റെ തുടിപ്പായിട്ട് രൂപപ്പെടുന്നതും വളർച്ച പ്രാപിക്കുന്നതും ഒക്കെ തന്നെ. അപ്പൊ 3 നിസ്സഹായാവസ്ഥയുടെ ഘട്ടങ്ങളാണ് ഇവിടെ ഈ തോട്ടക്കാരന്റെ സുഹൃത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 3 ഘട്ടങ്ങളിലായിട്ട് നിന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ആ ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയെ നീ നിഷേധിക്കുകയോ? ചോദ്യം അതാണ്.
ആ ശക്തിയെ നിഷേധിക്കാൻ നിനക്ക് ആവുമോ? നീ ഉണ്ട് എന്നത് തന്നെ അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്നതിനുള്ള തെളിവാണ്. മണ്ണിലെ മനുഷ്യന്റെ ശരീരം ഏത് നിലക്ക് രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയാലും മണ്ണിലുള്ളതല്ലാത്ത യാതൊന്നും കണ്ടെത്താൻ അവന്റെ ശരീരത്തിൽ സാധ്യമല്ല. പക്ഷെ മനുഷ്യന് മണ്ണിൽ നിന്ന് ഒരു മനുഷ്യ സന്തതിയെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ ഗർഭപാത്രത്തിൽ രൂപമെടുക്കുന്ന ഒരു ശുക്ലകണം ഒരു മനുഷ്യ ശിശുവായിട്ട് പരിവർത്തിതമാകുന്ന പ്രക്രിയ. ഇവിടൊക്കെ തന്നെ മനുഷ്യന്റെ പല പരീക്ഷണങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും അള്ളാഹു വെച്ച സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ക്രമീകരണങ്ങളെ അനുകരിച്ചുകൊണ്ടൊക്കെയുള്ള പരീക്ഷണങ്ങളല്ലാതെ മനുഷ്യന് സാധ്യമല്ല ഇവിടെ. അപ്പോ നീയായി രൂപപ്പെട്ടു വന്നതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് നീ തന്നെയാണ്. കാരണം ഇതൊന്നും യാദൃച്ഛികമായിട്ട് ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ആ വിധത്തിൽ സംഭവിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ തോട്ടക്കാരനോട് കൂട്ടുകാരൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ശക്തിയെ നീ നിഷേധിക്കുകയാണോ എന്നാണ്. അപ്പൊ ഇവിടെ നിഷേധിക്കുക എന്നത് നേരത്തെ തോട്ടക്കാരൻ പറഞ്ഞ പോലെ ഈ റുദിത്തു ഇലാ റബ്ബി എന്ന് പറഞ്ഞ വാചകം വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു എന്ന അസ്തിത്വത്തെ നിഷേധിക്കുകയല്ല അയാൾ ചെയ്യുന്നത് എന്നത് നമുക്ക് ബോധ്യപ്പെടും. മറിച്ച് സൃഷ്ടാവായ അള്ളാഹുവിനോട് സൃഷ്ടികളായ മനുഷ്യര് കാണിക്കേണ്ട വിധേയത്വം, അവനെ ഗൗനിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അത് കാണിക്കാതിരിക്കുന്നതാണ് ഈ തോട്ടക്കാരന്റെ ഭാഗത്തുള്ള വലിയ കുറ്റം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നിട്ട് ഈ കൂട്ടുകാരൻ തുടർന്ന് പറയുകയാണ്, ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി, എന്നാൽ കേട്ടോളൂ, ആ അള്ളാഹു ഉണ്ടല്ലോ, ഞാനിപ്പോ പറഞ്ഞ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച, ശുക്ലഗണത്തിൽ നിന്ന് അവന് പിറവി നൽകിയിട്ടുള്ള, അവന് ഇന്ന് കാണുന്ന വിധത്തില് നടുനിവർന്ന് നിൽക്കാൻ കഴിയുന്ന, പല അത്ഭുതകരമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ കഴിയുന്ന, വളർച്ച പ്രാപിച്ച ഒരു മനുഷ്യനായിട്ട് അവന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആ അള്ളാഹു ഉണ്ടല്ലോ, അവനാണ് എന്റെ റബ്ബ്. എന്റെ നിലപാട് ഇതാണ്. ലാക്കിന്ന, നീ ഒരു പക്ഷേ ആ അള്ളാഹുവിന് വിധേയത്വം നൽകാൻ മടിക്കുന്നുണ്ടാകും. ആ അള്ളാഹുവിന് വിധേയപ്പെടാൻ നീ ഒരുക്കം ഇല്ലാത്തവനാവാം. പക്ഷെ എന്റെ നിലപാട് ഇതാണ്. ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി, ആ അള്ളാഹു ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആ ശക്തി, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച, പിന്നീട് ശുക്ലഗണത്തിൽ നിന്ന് നിനക്ക് പിറവി നൽകിയ, ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനായിട്ട് നിന്നെ രൂപകൽപ്പന ചെയ്തെടുത്ത ആ ശക്തി, ആ അള്ളാഹു, അവനാണ് എന്റെ റബ്ബ്, അവനാണ് എന്റെ നാഥൻ. അത് പറയുന്നതിനും പ്രഖ്യാപിക്കുന്നതിനും അവന് വിധേയപ്പെട്ട് നിലകൊള്ളുന്നതിനും എനിക്ക് യാതൊരു മടിയുമില്ല, ഒരു സങ്കോചവുമില്ല. ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ, മാത്രവുമല്ല ആ റബ്ബിൽ ഞാൻ മറ്റൊരാളെ പങ്കാളിയായിട്ട് കണക്കാക്കുന്നേയില്ല. ആ റബ്ബിന്റെ ആ വിസ്മയകരമായ പ്രവർത്തനമാണ് സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ സൃഷ്ടിജാലങ്ങളെ, അവരുമായി ബന്ധപ്പെട്ട സകല സംഗതികളും ആസൂത്രണം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ അവനാണ്. ആ ഒരു കാര്യത്തില് അവനോടൊപ്പം മറ്റാരെങ്കിലും പങ്കാളിയായിട്ട് ഒരു ശരീക്കുണ്ട് എന്ന് ഞാൻ സങ്കല്പിക്കുന്നേയില്ല. ഇതാണ് നയപ്രഖ്യാപനം. ചുരുക്കത്തില് ഞാൻ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നു. അവനാണ് എന്റെ റബ്ബ്, അവനിൽ ഒരാളെയും പങ്കാളിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്നാണ് ഈ തോട്ടക്കാരന്റെ സുഹൃത്ത് പ്രഖ്യാപിക്കുന്നത്. എന്റെ നിലപാട് ഈ കുഫറിൻ്റെതായിരിക്കാം, പക്ഷെ എന്റെ നിലപാട് അതല്ല. ആ അള്ളാഹു ഉണ്ടല്ലോ, നേരത്തെ പരാമർശിച്ച, മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച, പിന്നീട് ശുക്ലഗണത്തിൽ നിന്ന് അവന് ജന്മം നൽകിയിട്ടുള്ള
അവനെ എല്ലാവിധത്തിലും പൂർണ്ണമായിട്ട് രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയിട്ടുള്ള ആ അള്ളാഹു, ആ ശക്തി, ആ അള്ളാഹുവാണ് എന്റെ റബ്ബ്, എന്റെ നാഥൻ. അവനോടൊപ്പം മറ്റൊരാളെയും ഈ പരിപാടിയിലൊന്നും പങ്കാളിയായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. സകല സംഗതിയും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലാണ് നിർവഹിക്കപ്പെടുന്നത്. അവനാണ് അതിന്റെയൊക്കെ സൂത്രധാരകൻ. അതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ട് എന്ന് ഞാൻ സങ്കല്പിക്കുന്നേ ഇല്ല. വലൗല ഇദ് ദഖൽത ജന്നതക. എന്നിട്ട് ഒരു കുറ്റാരോപണം എന്ന നിലക്ക് കൂട്ടുകാരൻ ഈ തോട്ടക്കാരനോട് പറയുകയാണ്, എന്തുകൊണ്ട് വലൗല, എന്തുകൊണ്ടുണ്ടായില്ല, ഇദ് ദഖൽത ജന്നതക, നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ച ഘട്ടത്തില്, ഖുൽത, നീ ഇങ്ങനെ പറയുകയുണ്ടായില്ല. എന്തുകൊണ്ട്? വലൗല ഖുൽത, നീ എന്തുകൊണ്ട് പറയുകയുണ്ടായില്ല, ഈ ദഖൽത ജന്നതക, നീ നിന്റെ തോട്ടത്തില് പ്രവേശിച്ച ആ ഘട്ടത്തില് നീ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല? നിന്റെ നാവിൽ നിന്ന്, നിന്റെ വായയിൽ നിന്ന് ഈ വാക്കുകൾ ഉതിർന്നു വരാതിരുന്നത് എന്തേ എന്നാണ് ചോദ്യം. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ വാക്കുകൾ എന്തേ നീ പറയാതെ പോയി എന്നാണ് ഈ തോട്ടക്കാരന്റെ കൂട്ടുകാരൻ അയാളോട് ചോദിക്കുന്നത്. നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ച ഘട്ടത്തില് വിനയാന്വിതനായിക്കൊണ്ട്, ഇതൊന്നും എന്റെ നേട്ടമല്ല, ഇതൊക്കെ എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, ഇതൊന്നും എന്റെ ഖുദ്റത്തില്, എന്റെ ഖുവ്വത്തില് പെട്ടതല്ല എന്ന് ഏറ്റുപറയാൻ നീ സന്നദ്ധനാവാതിരുന്നത് എന്തേ എന്നാണ് ഇവിടെ തോട്ടക്കാരനോട് കൂട്ടുകാരൻ ചോദിക്കുന്നത്. വലൗല ഇദ് ദഖൽത ജന്നതക, നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ച ആ സന്ദർഭത്തില് എന്തുകൊണ്ട്, വലൗല ഖുൽത, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല, നീ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നവനായില്ല? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതാണ് നമ്മൾ എന്ത് പ്രയത്നം നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ അതിന്റെ ഫ്രൂഷനിൽ എത്തുന്നത്, അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തുന്നത് നമ്മളുടെ നിയന്ത്രണത്തിലോ നമ്മളുടെ പ്രാഗൽഭ്യം കൊണ്ടോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ അതിനു വേണ്ടിയുള്ള മശീഅത്തുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ ആ വീട് നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്താൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ അത് തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഒരു തോട്ടം വളരെ ശ്രദ്ധയോടുകൂടി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു ഒരു പ്ലാന്റേഷൻ, അതിന്റെ ഫലം കൊയ്തെടുക്കാൻ നമ്മൾ ആലോചിക്കുന്ന ഘട്ടം എത്തുമ്പോൾ അത് പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നതോ, നമ്മൾ കയ്യെത്തിപ്പിടിക്കാം എന്ന തോന്നലുണ്ടായ ഘട്ടത്തില് അത് കൈവിട്ടു പോകുന്നതോ ഒക്കെയായ കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് മനുഷ്യന് പലപ്പോഴും. അപ്പൊ ഇതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലോ കഴിവിലോ പെട്ടതല്ല. അതൊക്കെ അള്ളാഹുവിന്റെ മശീഅത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാഹുവിന്റെ തൗസീഅ് കൊണ്ട് ഒക്കെ ഉണ്ടായതാണ് എന്ന് അംഗീകരിച്ച് പറയുമ്പോ അതില് അള്ളാഹുവിന്റെ പങ്കിനെ നമ്മൾ ഉൾക്കൊള്ളലും അംഗീകരിക്കലും ഏറ്റുപറയലുമാണ്. അത് ചെയ്യല് സൃഷ്ടികൾ എന്ന നിലക്ക് സൃഷ്ടാവിനോട് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും വലിയ കടപ്പാട് പ്രകടിപ്പിക്കലാണ് എന്നതാണ് സത്യം. ആ കടപ്പാട് പ്രകടിപ്പിക്കാത്ത വിധത്തില് ഇതൊക്കെ എന്റെ നേട്ടമാണ്, എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ പ്രാഗൽഭ്യം കൊണ്ട് ഒക്കെ ഞാൻ കൈവരിച്ചതാണ് എന്ന വിധത്തിലുള്ള അഹന്ത നിഴലിക്കുന്ന ഒരു പ്രതികരണമാണ് ഒരാളിൽ നിന്നുണ്ടാവുന്നതെങ്കിൽ അത് വളരെ കടുത്ത ദൈവനിന്ദയാണ്, ദൈവനിഷേധമാണ് എന്നതാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ആരും തന്നെ സ്വന്തം നേട്ടങ്ങളുടെ പേരില്, സ്വന്തം പ്രയത്നങ്ങളുടെ പേരില് നിഗളിപ്പുള്ളവരാകാൻ പാടില്ല. കാരണം ആ പ്രയത്നിക്കാനുള്ള കഴിവ് പോലും അവൻ അള്ളാഹുവിനോട് അതിന്റെ പേരിൽ കടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. നിവർന്നു നിൽക്കാൻ മനുഷ്യന് സാധിക്കുന്നതിന് ഓരോരുത്തരും അള്ളാഹുവിനോട് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവർത്തനവും, ഇപ്പൊ കൈ നമ്മൾ ഉദ്ദേശിച്ച ദിശയിലേക്ക് നീട്ടാനോ അല്ലെങ്കിൽ ചലിപ്പിക്കാനോ കഴിയുന്നത്
നമുക്ക് ഇപ്പോ സാധിക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ നാളെ അത് സാധിച്ചോളണമെന്നില്ല. അതിന്റെ അർത്ഥം അള്ളാഹു ആ ഖുദ്റത്ത് നമ്മളിൽ നിന്ന് അങ്ങ് പിൻവലിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ നട്ടെല്ല് നിവർന്ന് നിൽക്കാൻ കഴിയുന്നത്, നടുവളഞ്ഞു നിൽക്കാൻ കഴിയുന്നത്, പണിയെടുക്കാൻ കഴിയുന്നത്, ഇതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് കടപ്പാട് കാണിക്കേണ്ട അനിവാര്യതയുള്ള നമ്മളുടെ സിദ്ധികളാണ്. ഈ സിദ്ധികളൊക്കെ തന്നെ അള്ളാഹു തന്നത് കൊണ്ട് മാത്രം ഉണ്ടായതാണ്. അതുകൊണ്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടാണ് ഒരു തോട്ടം ഉണ്ടായിട്ടുള്ളതെങ്കിൽ പോലും ഒരു സംശയവുമില്ല, മനുഷ്യന്റെ പ്രവർത്തനം ഇല്ലാതെ ഒരു തോട്ടം ഉണ്ടാവില്ല. തോട്ടങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കുന്നത് തന്നെയാണ്. ഇല്ലെങ്കിൽ കാടുകളെ ഉണ്ടാവുള്ളൂ. കാടുകളെ ആവശ്യമില്ലാത്തതൊക്കെ വെട്ടിമാറ്റി വൃത്തിയാക്കി അതിന് ചില ക്രമവും വ്യവസ്ഥയും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ടാണ് അതൊരു തോട്ടമായി മാറുന്നത്. അപ്പോ തോട്ടം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രയത്ന ഫലമായിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അത് കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തോട്ടമായാലും പൂന്തോട്ടമായാലും ഇതൊക്കെ തന്നെ മനുഷ്യൻ ആസൂത്രണം ചെയ്ത് രൂപകൽപ്പന ചെയ്തുണ്ടാക്കുന്നതാണ്. പക്ഷെ അതിലൊക്കെ തന്നെ ആത്യന്തികമായിട്ട് മനുഷ്യന്റെ കഴിവ് പ്രവർത്തിക്കുന്നത് ആ കഴിവ് നൽകിയ അള്ളാഹുവിനോട് മനുഷ്യൻ കടപ്പാട് കാണിക്കാൻ അവനെ അനിവാര്യനാക്കുന്ന വിധത്തിൽ മാത്രമാണ്. അല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മനുഷ്യന് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ ബുദ്ധി ആരോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ആരോഗ്യം ആരോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ വൈദഗ്ധ്യം, പ്രാഗൽഭ്യം, നമ്മളുടെ ഭാവന, നമ്മളുടെ സൗന്ദര്യബോധം, ഇതൊക്കെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു ഘട്ടം വരെ മാത്രമേ അത് നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ. നമ്മളുടെ ബുദ്ധി വൈഭവം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തില് നമ്മുടെ കൂടെ എല്ലാ കാലത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ പ്രായമേറുമ്പോ, വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമ്പോ ഇതിനൊക്കെ ശോഷണം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ കഴിവുകൾ കുറഞ്ഞു വരുന്നത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ കാണിക്കുന്നത് നമ്മുടെ കയ്യില് അമാനത്തായിട്ട് ഏൽപ്പിക്കപ്പെട്ട സംഗതികളാണ് ഇതൊക്കെ തന്നെ എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനുള്ള ആ കടപ്പാട് പ്രകടിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം ഏത് നേട്ടത്തിന്റെ പേരിലും നമുക്ക് സന്തോഷവും അഭിമാനവും ഉണ്ടാവേണ്ടത്. അത് പ്രകടിപ്പിക്കുന്ന ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ വാക്കുകള് നമ്മുടെ നാവിൻ തുമ്പിലൂടെ ഉതിർന്നു വരിക എന്നത്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് അള്ളാഹുവിന്റെ മശീയത്ത് കൊണ്ട് മാത്രം ഉണ്ടായതാണ്. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും തന്നെ ഒരു ശക്തിയുമില്ല. ഇതാണ് പറയുന്നത്. അള്ളാഹുവിന് അല്ലാതെ ഒരാൾക്കും ശക്തിയില്ല എന്ന് പറയുമ്പോൾ മനുഷ്യന് ശക്തിയില്ല എന്നല്ല. മനുഷ്യന് നൽകപ്പെട്ട ശക്തി അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു തന്നവർക്കേ അതുള്ളൂ. അള്ളാഹു തന്നിട്ടില്ലാത്തവർക്ക് ആ ശക്തി ഇല്ല എന്നതാണ് സത്യം. ഇത് തിരിച്ചറിയുമ്പോ അള്ളാഹുവിനോട് നമ്മൾ ഒരു കടപ്പാട് കാണിക്കുന്നവരായി മാറും. ആ കടപ്പാട് കാണിക്കുന്ന വാക്കുകളാണ് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നിന്റെ അത്യാകർഷകമായ ആ തോട്ടങ്ങളിലേക്ക് പ്രവേശിച്ച ഘട്ടത്തില് നിന്റെ നാവിൽ നിന്ന് എന്തുകൊണ്ട് ഈ വാചകം ഉരുവിട്ട് വരുന്നതായി സംഭവിച്ചില്ല? മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? ഇനി മറ്റൊരു കാര്യം പറയട്ടെ. ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദ. എനിക്ക് സമ്പത്തും മക്കളും ഒക്കെ ഇല്ല, അതിൽ കുറവാണ് എന്ന് നീ പറഞ്ഞല്ലോ. അങ്ങനെ നീ കാണുന്നുണ്ടല്ലോ. ശരി, എനിക്ക് മക്കള് നിന്നെ പോലെയുള്ള ആൾബലമൊന്നും എനിക്കില്ല, മക്കളൊക്കെ കുറവാണ്. എന്റെ സമ്പത്ത് നിന്റെ അത്രയൊന്നും ഇല്ല, വളരെ കുറവാണ്. അങ്ങനെയാണല്ലോ നീ സൂചിപ്പിച്ചത്. ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദ. സമ്പത്തിന്റെ കാര്യത്തിലും സന്താനങ്ങളുടെയും ആൾബലത്തിന്റെയും ഒക്കെ കാര്യത്തിലും ഞാൻ നിന്നെക്കാൾ കുറവുള്ളവനായിട്ട് നീ കാണുന്നുവെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ഒരു പക്ഷെ എന്റെ റബ്ബിന് നിന്റെ തോട്ടത്തിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തോട്ടം എനിക്ക് തരാൻ സാധിച്ചെന്ന് വരും. അവൻ തന്നെന്ന് വരും. സാധിച്ചു എന്ന് വരും എന്നല്ല, സാധിക്കും തീർച്ചയായിട്ടും.
അവൻ എനിക്ക് അങ്ങനെ ഒരു തോട്ടം, നിനക്ക് തന്നിട്ടുള്ള തോട്ടത്തിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തോട്ടം എന്റെ റബ്ബ് എനിക്ക് തന്നെന്ന് വരും. അതിന് സാധ്യത തള്ളിക്കളയൊന്നും വേണ്ട, അതൊക്കെ ഉണ്ടാവാം. നിനക്ക് അള്ളാഹു തോട്ടങ്ങൾ തന്നു, ശരി, നല്ല തോട്ടങ്ങളാണ്, ഹൈർ, സന്തോഷം. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തോട്ടം എനിക്ക് എന്റെ റബ്ബ് തന്നെന്ന് വരാം. അതേപോലെ തന്നെ ഒരു സാധ്യത, വയുർസിലു അലൈഹ ഹുസ്ബാനം മിനസ് സമാ, നിന്റെ തോട്ടത്തിന്റെ നേരെ അവൻ ആകാശത്ത് നിന്ന് ഒരു വലിയ വിപത്ത് വന്ന് കൊണ്ടിട്ടെന്നും വരാം. അങ്ങനെ ഉണ്ടാവാം. ആകാശത്ത് നിന്ന് വലിയൊരു വിപത്തുണ്ടായി നിന്റെ തോട്ടം നശിച്ചു പോയെന്നും വരാം. ഞാനിപ്പോ സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ വളരെ പുറകിലാണല്ലോ നിന്നെ അപേക്ഷിച്ച്. പക്ഷെ എന്നെ വലിയൊരു സമ്പത്തിന്റെ ഉടമയാക്കിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കില്ല എന്നൊന്നുമില്ല. അങ്ങനെ അള്ളാഹു ചെയ്തെന്ന് വരാം. നിനക്കിപ്പോ വലിയ അഹങ്കാരം ഉണ്ടാക്കുന്ന വിധത്തില് നിന്റെ കൈവശമുള്ള ഈ തോട്ടം ഉണ്ടല്ലോ, അത് ആകാശത്തു നിന്ന് ഒരു ഇടുത്തി വന്ന് വീണിട്ടോ അല്ലെങ്കിൽ അതുപോലെ ഒരു വിപത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടോ അത് നശിച്ചു പോയി, നാമാവശേഷമായി പോയി എന്നും വരാം. അങ്ങനെയും സംഭവിക്കാം. അപ്പൊ ഇതൊന്നും എന്റെയോ നിന്റെയോ നിയന്ത്രണത്തിലോ പിടുത്തത്തിലോ ഉള്ള കാര്യമല്ല. വയുർസില അലൈഹ ഹുസ്ബാനം മിനസ് സമാ. ഹുസ്ബാൻ എന്നുള്ളത് ഹിസാബൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഹസിബ എന്നുള്ള വാക്കുന്ന് മഹാസിബ്, അതുപോലെ ഇൽമുൽ ഹിസാബ്, അങ്ങനെയൊക്കെയുള്ള ഗണിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ്. സൂചിപ്പിക്കപ്പെടുന്നത് എണ്ണം പറഞ്ഞ, നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു സാധാരണഗതിയിൽ ഒരു ചെറിയൊരു സംഭവത്തിനെ നമ്മൾ അങ്ങനെ എണ്ണം പറഞ്ഞെന്ന് പറയാറില്ല. ഒരു വലിയൊരു വിപത്ത്, ഒരു എണ്ണിപ്പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വിപത്ത് എന്നാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. വയുർസില അലൈഹ ഹുസ്ബാനം മിനസ് സമാ, ആകാശത്തുനിന്ന് ഒരു ശക്തമായ ഒരു ഹുസ്ബാൻ, ഒരു കലാമിറ്റി, ഒരു വിപത്ത് വന്നു പെടുകയാണ്. അങ്ങനെ നിന്റെ തോട്ടത്തെ അവൻ നശിപ്പിച്ചു എന്നും വരാം. അങ്ങനെ ഒരു ഹുസ്ബാൻ നിന്റെ തോട്ടത്തിന്റെ നേരെ അയച്ചുകൊണ്ട് എന്നിട്ട് അത് ഒരു സഈദൻ സലഖ, ഒരു തരിശ് ആയ ഒരിടമായിട്ട്, ഒരു നിലമായിട്ട് മാറിയെന്നും വരാം. ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നു വരെ ഫലസമൃദ്ധിയുടെ ഒരു ദൃശ്യവിരുന്നായിട്ട് നിലക്കൊണ്ടിരുന്ന നിന്റെ ആ തോട്ടങ്ങളുണ്ടല്ലോ, അത് ആകാശത്തുനിന്ന് ഒരു വിപത്ത് വന്ന് വീണ് നാളെ അത് ഒരു തരിശു നിലമായി മാറിയെന്നും വരാം. ഒരു ചതുപ്പ് നിലം എന്നൊക്കെയാണ് ഇവിടെ സഈദൻ സലഖ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കൃഷിയും സാധ്യമില്ലാത്ത, സകലതും നശിച്ചു ഒടുങ്ങിയിട്ടുള്ള ഒരു ചതുപ്പ് നിലം, അതുപോലെയുള്ള ഒരു നിലമായി, ഒരു ഇടമായി നിന്റെ തോട്ടം നിലനിന്നിരുന്ന സ്ഥലമായി മാറിയെന്ന് വരാം. അങ്ങനെ ഒരു ഹുസ്ബാൻ അള്ളാഹു ഒരു വിപത്തായിട്ട് നിന്റെ തോട്ടത്തിന് നേരെ അയക്കുന്നുവെങ്കിൽ ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ അത് ഫതുസ്ബിഹ സഈദൻ സലഖ, തരിശായ നിലത്തിനാണ് സഈദ് എന്ന് പറയാം. സലഖ് എന്നുള്ളത് ചതുപ്പ് സ്വഭാവത്തിലുള്ള, സകലതും നശിച്ചു കിടക്കുന്ന വിധത്തിലുള്ള ഒരു തരിശു നിലമായിട്ട് നിന്റെ തോട്ടം ആകാശത്തുനിന്ന് ഒരു വിപത്ത് വന്ന് വീണതിനെ തുടർന്ന് അങ്ങനെ ആയി മാറിയെന്നും വരാം. സമ്പത്തോ സന്താനങ്ങളോ പറയത്തക്ക വിധത്തിലൊന്നും ഇല്ലാത്ത ദുർബലനായ ഒരാളായിരിക്കും ഞാൻ നിന്റെ കണ്ണില്. പക്ഷെ എനിക്ക് അള്ളാഹു വലിയ സമ്പത്ത് നൽകി എന്നെ അനുഗ്രഹിച്ചെന്ന് വരാം. നിന്റെ ഈ അനുഗ്രഹം അള്ളാഹു ഏതോ വിധത്തിൽ പിൻവലിച്ചെന്നും വരാം. ഇതൊന്നും എന്റെയും നിന്റെയും നിയന്ത്രണത്തിലുള്ള കാര്യമേ അല്ല എന്നാണ്. ഔ യുസ്ബിഹ മാഉഹ ഗൗറ, അല്ലെങ്കിൽ നേരത്തെ രണ്ട് തോട്ടങ്ങൾക്കിടയിലൂടെ നയനമനോഹരമായ ഒരു അനുഭവമായിട്ടുള്ള ഒരു കാഴ്ച ഒരുക്കിക്കൊണ്ട് ഒരു അരുവി ഒഴുകുന്ന കാര്യം പറഞ്ഞിരുന്നു. ആ അരുവി അങ്ങ് വറ്റിപ്പോയി എന്ന് സങ്കല്പിച്ചു നോക്കി. ഔ യുസ്ബിഹ മാഉഹ ഗൗറ, അതിലെ ജലം വറ്റി ഉണങ്ങിപ്പോയി. ഫലൻ തസ്തതിഅ ലഹു ത്വലബ, പിന്നെ അത് തേടി പിടിച്ച് കൊണ്ടുവരിക എന്നത്
നിനക്കൊരിക്കലും സാധിക്കാത്ത വിധത്തിൽ അങ്ങനെ വറ്റി വരണ്ടു പോയി എന്ന് വെക്കുക. അങ്ങനെയും ഉണ്ടാവാം. ആകാശത്ത് നിന്ന് ഒരു വിപത്തുണ്ടാകുന്നതിന് പകരം അതിന്റെ ജലസ്രോതസ് അങ്ങ് വറ്റി വരണ്ടുണങ്ങിപ്പോയി. അതിന്റെ അവസാനത്തെ തുള്ളി അങ്ങ് വലിഞ്ഞു പോയ ശബ്ദമാണ് ഈ ഗൗറ് എന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഭാഷയിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചില പദങ്ങള് അതിന്റെ ആശയം അതിന്റെ ശബ്ദം കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്ന, ഇപ്പൊ ഇംഗ്ലീഷിലെ തണ്ടർ എന്ന വാക്ക് ഇടിനാദത്തെ, മലയാളത്തിലെ ഇടിനാദത്തിനും കുറച്ചൊക്കെ അതുണ്ട്. അതുപോലെ ഒരു ഒരു ചില പദങ്ങൾ അതിന്റെ ശബ്ദം കൊണ്ട് തന്നെ ആശയം സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേകത, ഓർണമെറ്റോപിക് വേർഡ്സ് എന്നൊക്കെയാണ് പറയുക അതിന് ഇംഗ്ലീഷിൽ. അപ്പൊ ഗൗറായി പോവുക. ഒരു മണ്ണില് ഒരു വെള്ളം ഉണ്ടായിരുന്ന ഒരിടത്ത് ഇങ്ങനെ വെള്ളം അങ്ങ് വലിഞ്ഞങ്ങ് പോയി അവസാനത്തെ ആ തുള്ളികൾ പോലും അങ്ങ് വലിഞ്ഞാണ്ട് വറ്റി പോകുമ്പോ അനുഭവപ്പെടുന്ന ഒരു ശബ്ദം പോലെ ആ ഭൂമിയിലുണ്ടായിരുന്ന ആ നീരുറവ അല്ലെങ്കിൽ ആ അരുവി ഗൗറ, അതിന്റെ ജലസ്രോതസ് അങ്ങ് വറ്റി വരണ്ടങ്ങ് പോയി എന്ന് കരുതുക. ഫലൻ തസ്തത്തിയ ലഹു തൊലബ, എവിടെയാണ് ഇത് പോയത് എന്ന് ചോദിച്ചു നടക്കാൻ നിനക്ക് സാധിക്കുമോ? അത് ചോദിച്ച് തേടിപ്പോകാൻ നിനക്ക് കഴിയാത്ത വിധത്തില് വെള്ളം അങ്ങ് വറ്റിപ്പോയിട്ടുണ്ടാവും. നമുക്ക് അത്ഭുതം തോന്നും ചിലപ്പോ. നമ്മളെ ജീവിതം വളരെ സുഖകരമാക്കുന്ന വിധത്തില് നമുക്കൊക്കെ കോരിയെടുക്കാൻ പറ്റുന്ന ആഴത്തിലൊക്കെ വെള്ളം ഉള്ള ഒരു അനുഭവമാണ് നമുക്ക് ഉള്ളത്. പക്ഷെ വ്യത്യസ്തമായ ചില അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. ചിലപ്പോ നല്ല ജലസ്രോതസ്സായിരുന്ന കിണറുകള് തീരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിസ്സഹായത മാത്രമുള്ള അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന വിധം അതങ്ങ് വറ്റി വരണ്ടു പോകും. എവിടെയാണ് ഇതുവരെ നിറവായിട്ടുണ്ടായിരുന്ന ഈ വെള്ളം പോയതെന്ന് നമ്മൾ കൗതുകത്തിലും ആശ്ചര്യത്തിലും വലിയ ഭീതിയിലും ഒക്കെ നമ്മൾ ചോദിച്ചു പോകും. അപ്പൊ ഈ തോട്ടക്കാരന്റെ തോട്ടങ്ങളിലൂടെ ഒഴുകിയിരുന്ന അരുവി അതിപ്പോ എവിടെ പോയി? ഇതുവരെ ഉണ്ടായിരുന്നതാണല്ലോ, ഇപ്പൊ എങ്ങോട്ട് അത് പോയി എന്നതാണ് അയാളെ ഒരു പക്ഷേ ആശങ്കയിലാക്കുന്ന ഒരു അവസ്ഥ. ഫലൻ തസ്തത്തിയ ലഹു തൊലബ, അതിന് ചോദിച്ച് തേടി പിടിക്കാൻ നിനക്കൊരിക്കലും സാധിക്കാത്ത വിധത്തിൽ ആ തോട്ടത്തിലെ ജലസ്രോതസ് വറ്റി വരണ്ടുപോയി എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ തോട്ടത്തിന് എന്ത് നിലനിൽപ്പാണുള്ളത്? അങ്ങനെയും സംഭവിക്കാം. അപ്പൊ അവിടെ ജലസാന്നിധ്യം ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. അവിടെ ജൈവ വളങ്ങളൊക്കെയുള്ള ഒക്കെ കാരണമായി ഫലഭൂയിഷ്ടി ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. മഴ ഇറക്കിയത് അള്ളാഹുവാണ്. മണ്ണിൽ വിത്ത് മുളപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അതിന് വളർച്ച നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. അവിടെ സമൃദ്ധി ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. ഈ സംഗതികളൊന്നും കാണാതെ ചില കാർഷികോപകരണങ്ങളുമായി പോയി തോട്ടത്തിൽ പണിയെടുത്തു എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അതൊക്കെ തന്റെ നേട്ടമാണ് എന്ന വിധത്തിൽ ഒരു തോട്ടക്കാരൻ നിഗളിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവനിഷേധം തന്നെയാണ്, ദൈവത്തിനോടുള്ള വലിയ കൃതജ്ഞത തന്നെയാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഈ ഉദാഹരണമായിട്ട് അല്ലാഹുവിടെ വിവരിക്കുന്ന ഈ സംഭവത്തിലെ ഈ ബാക്കി കാര്യങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇവിടെ ആ കഥ അവസാനിക്കുന്നില്ല. ബാക്കി ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പഠന വിധേയമാക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.